ഹായ് ഫിലിം ഫാൻസ്, പേരിനോട് 100% നീതി പുലർത്തിയ ഒരു പടത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. യെസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഹോളിവുഡ് മൂവി ഒബ്സഷൻ. ഇതിൻ്റെ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ജോണർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ ഹൊറർ എന്നായിരിക്കും ഇതിൻ്റെ ജോണർ. പക്ഷേ ഇതിൽ യാതൊരുവിധ ഗോസ്റ്റ് എലമെൻസോ മോൺസ്റ്റർ എലമെൻസോ ഒന്നുമില്ല. വെറും സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു ഫാൻറ്റസി എലമെൻറ്റ്സ് ഉണ്ട്, എന്നാലും ഒരു കുറച്ച് ജംപ് സ്കെയർസും അത്യാവശ്യം എന്താ പറയുക, വളരെ ഒരു ക്രീപ്പി ആയിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റ്, ആ ഒരു എൻവിറോൺമെൻറ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഒരു ബെയറും നിക്കി, ഈ രണ്ട് കഥാപാത്രത്തിലൂടെയാണ് സ്റ്റോറി പോകുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാസ്റ്റേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഈ ബെയർ എന്ന് പറയുന്നത് ഒരു ഇൻട്രോവേർട്ടായിട്ട് ഈ നിക്കി എന്ന കഥാപാത്രത്തിനോട് കുറച്ച് ആൾക്കൊരു ഇഷ്ടമുണ്ട്, പക്ഷേ ആൾക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. നിക്കി എന്ന കഥാപാത്രം ഇയാളെ കാണുന്നത് ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടുള്ള ഒരു ബ്രദറായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ബെയറിനൊരു ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നൊരു ഇത് കിട്ടുകയാണ്. അതൊരു ഫാൻറ്റസി എലമെൻ്റാണ്. എന്ത് ആഗ്രഹിച്ച് അതിൽ ആ ഒരു വിഷ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ആ വിഷ് നടക്കും എന്നുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ ബെയർ എടുക്കുന്ന വിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കിക്ക് ലോകത്തെ എല്ലാവർക്കാട്ടിലും എന്നോട് ഇഷ്ടം തോന്നണം എന്നൊരു ആഗ്രഹം. പക്ഷെ ആ ആഗ്രഹം എന്തിനെടുത്തു എന്ന് പിന്നെ ബെയറും തോന്നും. അത്രയ്ക്ക് ഒരു ആൾക്ക് മറ്റൊരാൾ ഒരു ഒബ്സഷൻ്റെ എക്സ്ട്രീം, അത് ഈ പടത്തിൽ നമ്മൾ കാണും. കണ്ടു നോക്കുക. ഇത് അത്യാവശ്യം ആ ഒരു മൂഡിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ റീസെൻ്റായിട്ട് വലിയൊരു ചർച്ചാ വിഷയമായൊരു പടമാണ് ഹോളിവുഡിൽ. കാരണം വളരെ ലോ ബഡ്ജറ്റിൽ ഒരു യൂട്യൂബർ ഡയറക്റ്റ് ചെയ്തൊരു പടം ആഗോളതലത്തിൽ വൻ കളക്ഷൻസ് ഒക്കെ എടുത്തു. വൻ ബോക്സ് ഓഫീസ്, നല്ലൊരു പ്രോഫിറ്റ് വൈസ് നല്ലൊരു കളക്ഷൻ എടുത്തൊരു പടമാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. ഞാനും വളരെ തിയേറ്ററിൽ മിസ്സായതിൽ ഇപ്പോൾ ഒരു വിഷമമുണ്ട്. നല്ലൊരു OTT കണ്ടിട്ട് തന്നെ നമുക്ക് നടൻ്റെ ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കും ഒരു പെട്ടുപോയല്ലോ എന്ന് നമുക്ക് തോന്നും. ആ ഒരു രീതിയിൽ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. കണ്ടവർ നിങ്ങൾ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.